കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ പലതരത്തിലുള്ള ചാലഞ്ചിങ് ടാസ്ക് നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള മറ്റൊരു ടാസ്ക് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കോളം എയിൽ നമുക്ക് ഫുൾ നെയിം കാണാം. ഈ ഫുൾ നെയിം കമ്പനിയുടെ ആവശ്യപ്രകാരം ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിമായി സ്പ്ലിറ്റ് ചെയ്യണം. ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ഡാറ്റയെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള അഡ്വാൻസ് ആയ ടെസ്റ്റ് ഫങ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കൂടാതെ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ചിങ് ടാസ്ക് തരുന്നതാണ്. നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യുക. സോ ലെറ്റ് us സ്റ്റാർട്ട് അവർ ലേണിംഗ്. ഇവിടെ ശ്രദ്ധിച്ചാൽ 3 സെപ്പറേറ്റ് ടെസ്റ്റ് വാല്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. എക്സൽ, കോസ് ആൻഡ് യൂറോപ്പ്. ഈ ടെസ്റ്റ് വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്കാദ്യം ലെഫ്റ്റ് ഫംഗ്ഷൻ നോക്കാം. നമ്മുടെ ടെസ്റ്റ് സ്ട്രിങ്ങിന്റെ അഥവാ ഡാറ്റയുടെ ലെഫ്റ്റ് മോസ്റ്റ് ക്യാരക്ടേഴ്സ് ലഭിക്കാനാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, C3 സെല്ലിലെ HL എന്ന ടെസ്റ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അതിനായി നമുക്ക് ലെഫ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ B4 സെല്ലിൽ ഈക്വൽ ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്കിവിടെ ലെഫ്റ്റ് ഫംഗ്ഷൻ കാണാം. ടാബ് യൂസ് ചെയ്തുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ HL എന്ന ടെസ്റ്റ് വാല്യൂ ഉള്ള സെൽ C3 സെൽ സെലക്ട് ചെയ്തിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ ക്യാപിറ്റൽ ഇ ലഭിച്ചു. ഇതിനർത്ഥം ബൈ ഡീഫോൾട്ടായി ലെഫ്റ്റ് ഫംഗ്ഷനിൽ ഏത് ടെസ്റ്റ് വാല്യൂ കൊടുത്താലും ആ കൊടുത്ത ടെസ്റ്റ് വാല്യൂവിന്റെ ലെഫ്റ്റ് മോസ്റ്റിലുള്ള ഫസ്റ്റ് ക്യാരക്ടർ ആണ് റിട്ടേൺ ചെയ്യുക. ഇനി ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാനായി നമ്മുടെ ഫോർമുല നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. അതിന് ഞാൻ F2 എന്ന ഷോർട്ട് കട്ട് ആണ് പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് ഫംഗ്ഷന്റെ ഫോർമുല നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിൽ രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒന്ന് ടെസ്റ്റ് വാല്യൂ ആണ്, രണ്ടാമത്തേത് ഒരു ഓപ്ഷണൽ ആർഗ്യുമെന്റ് ആണ്. അതുകൊണ്ടാണ് അത് സ്ക്വയർ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. എത്ര ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടതെന്ന്. ഇവിടെ എനിക്ക് 3 ക്യാരക്ടേഴ്സ് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ കോമ കൊടുത്തിട്ട് 3 എന്ന് കൊടുക്കുന്നു. ഇനി എൻ്റർ പ്രസ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ HL എന്ന വേർഡിന്റെ ലെഫ്റ്റ് മോസ്റ്റിൽ നിന്നും ഫസ്റ്റ് 3 ക്യാരക്ടേഴ്സ് EHC റിട്ടേൺ ചെയ്തിരിക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് റൈറ്റ് ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുടെ റൈറ്റ് മോസ്റ്റിലുള്ള ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. അതിനായി ഞാൻ ഇവിടെ B5 സെൽ സെലക്ട് ചെയ്യുന്നു. ഇനി ഈക്വൽ റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്കിവിടെ റൈറ്റ് ഫംഗ്ഷൻ കാണാം. ടാബ് യൂസ് ചെയ്ത് ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ഇനി C3 സെൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ HL എന്ന ടെസ്റ്റ് ഉള്ളത്. ശേഷം ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം നമ്മൾ കൊടുത്ത HL എന്ന ടെസ്റ്റിന്റെ റൈറ്റ് മോസ്റ്റിലുള്ള ക്യാരക്ടർ ക്യാപിറ്റൽ L എക്സ്ട്രാക്ട് ആയി. ഇനി ലെഫ്റ്റ് ഫംഗ്ഷനിൽ നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് വേണമെന്ന് മെൻഷൻ ചെയ്തതുപോലെ റൈറ്റ് ഫംഗ്ഷനിലും നമുക്ക് മെൻഷൻ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ റൈറ്റ് ഫംഗ്ഷന്റെ ഫോർമുല എഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിൽ 4 എന്ന് കൊടുക്കുന്നു. ഇനി എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം നമ്മൾ കൊടുത്ത HL എന്ന ടെസ്റ്റിന്റെ റൈറ്റ് മോസ്റ്റിൽ നിന്നും 4 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ആയി HCEL. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഡ് ഫംഗ്ഷൻ ആണ്. നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് സ്ട്രിങ്ങിന്റെയോ അഥവാ ഡാറ്റയുടെ മിഡിലുള്ള ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാനാണ് മിഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മിഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാനായി ഞാൻ ഈ B6 സെൽ സെലക്ട് ചെയ്യുന്നു. ഇനി ഈക്വൽ മിഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് മിഡ് ഫംഗ്ഷൻ കാണാം. ടാബ് യൂസ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം മിഡ് ഫംഗ്ഷനിൽ 3 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒന്നാമത്തേത് നമ്മുടെ ടെസ്റ്റ് വാല്യൂ, രണ്ടാമത്തേത് സ്റ്റാർട്ടിംഗ് നമ്പർ ആൻഡ് ഫൈനലി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് C3 സെല്ലിലെ ടെസ്റ്റ് വാല്യൂ ആണ്. അത് ഞാൻ സെലക്ട് ചെയ്തു. കോമ സ്റ്റാർട്ടിംഗ് നമ്പർ, അതായത് എവിടെ നിന്നാണ് നമ്മുടെ മിഡിൽ ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് തുടങ്ങേണ്ടത് എന്ന് നമ്മൾ വ്യക്തമാക്കണം. ഫസ്റ്റ് ക്യാരക്ടർ ഇയിൽ നിന്നാണെങ്കിൽ 1 എന്ന് കൊടുക്കണം. ഇനി Hൽ നിന്നാണെങ്കിൽ 2 എന്ന് കൊടുക്കണം. ഞാൻ ഇവിടെ 3 എന്ന് കൊടുക്കുന്നു. ഇനി കോമ കൊടുത്തിട്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ തേർഡ് പൊസിഷനിൽ നിന്നും എത്ര ക്യാരക്ടേഴ്സ് ഈ വേർഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം.
ഞാൻ ഇവിടെ 3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 3 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ലഭിക്കുക. ശേഷം ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാം HL എന്ന വേർഡിൽ നിന്നും മൂന്നാമത്തെ പൊസിഷൻ, അതായത് ക്യാപിറ്റൽ C മുതൽ 3 ക്യാരക്ടർ CEL എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകാറ്റ് ഫംഗ്ഷൻ ആണ്. C3 സെല്ലിൽ HL എന്ന് നമുക്ക് കാണാം, D3 സെല്ലിൽ കോസ്. ഈ HL ആൻഡ് കോസ് കമ്പൈൻ ചെയ്യാനായി അഥവാ കോൺകാറ്റിനേറ്റ് ചെയ്യാനായി കോൺകാറ്റ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിനായി ഞാൻ B7 സെൽ സെലക്ട് ചെയ്യുന്നു, ഈക്വൽ കോൺകാറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്കിവിടെ കോൺകാറ്റ് ഫംഗ്ഷൻ കാണാം. ടാബ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് കമ്പൈൻ ചെയ്യാനുള്ള ടെസ്റ്റ് വാല്യൂസ് സെലക്ട് ചെയ്യണം. ഞാനിവിടെ C3 സെൽ സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിന്റെ സിൻടാക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഓരോ ടെസ്റ്റ് വാല്യൂസും കോമ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കോമ കൊടുത്തിട്ട് D3 സെൽ സെലക്ട് ചെയ്യുന്നു, ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ HL കോസ് എന്ന് ലഭിച്ചു, പക്ഷേ HLും കോസിന്റെ ഇടയിൽ സ്പേസ് ഇല്ല. ഇത് സോൾവ് ചെയ്യാൻ F2 യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോർമുല ഞാൻ എഡിറ്റ് ചെയ്യുന്നു. ഇവിടെ C3 സെൽ അഥവാ HL കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്പേസ് വേണ്ടത്. അതുകൊണ്ട് C3 കോമ സ്പേസ് ഞാൻ കൊടുക്കുന്നു. ഈ സ്പേസ് ഞാൻ ഡബിൾ കോട്ട്സിലാണ് കൊടുക്കുന്നത്. ശേഷം കോമ കൊടുത്തിട്ട് നമ്മുടെ D3 അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഈ രീതിയിൽ കോൺകാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് റേഞ്ചസിലുള്ള വാല്യൂസ് നമുക്ക് കമ്പൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഒരു ടെസ്റ്റിലെ അഥവാ ഡാറ്റയിലെ നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടർ അഥവാ ആൽഫബറ്റിന്റെ പൊസിഷൻ പറഞ്ഞു തരലാണ് ഫൈൻഡ് ഫംഗ്ഷന്റെ ജോലി. അത് കാണിച്ചു തരാൻ ഞാൻ B9 സെൽ സെലക്ട് ചെയ്യുന്നു. ഇനി ഈക്വൽ കൊടുത്തിട്ട് ഫൈൻഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫൈൻഡ് ഫംഗ്ഷൻ നമുക്ക് കാണാം. ടാബ് യൂസ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 2 ആർഗ്യുമെന്റ് കാണാം. ആദ്യത്തേത് ഫൈൻഡ് ടെസ്റ്റ്, അതായത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് അഥവാ ക്യാരക്ടർ ആണ്. ഞാൻ അത് ഡബിൾ കോട്ടിൽ E എന്ന ലെറ്റർ കൊടുക്കുന്നു. E എന്ന ആൽഫബറ്റ് ഒരു ടെസ്റ്റ് വാല്യൂ ആയതുകൊണ്ടാണ് ഡബിൾ കോട്ടിൽ കൊടുത്തത്. ഇനി നമ്പർ ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ കോട്ടിന്റെ ആവശ്യമില്ല. ഇനി കോമ കൊടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്താണ്, വിത്തിൻ ടെസ്റ്റ്, നമ്മുടെ ടെസ്റ്റ് ഉള്ള സെല്ലാണ്, അതായത് യൂറോപ്പ് ഉള്ള C4 സെല്ലാണ് ഞാൻ സെലക്ട് ചെയ്തത്. ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ 6 എന്ന് ലഭിച്ചു. നമ്മൾ കൊടുത്ത സ്മോൾ ലെറ്റർ E യൂറോപ്പ് എന്ന ടെസ്റ്റിൽ 6ാമത്തെ പൊസിഷനിലാണ് ഉള്ളത്. ഇനി ഞാൻ ജസ്റ്റ് ഈ ഫോർമുല എഡിറ്റ് ചെയ്തുകൊണ്ട് സ്മോൾ ഇന് പകരം ക്യാപിറ്റൽ E കൊടുക്കുന്നു. ഇനി എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ 1 എന്ന് ലഭിച്ചു, കാരണം ക്യാപിറ്റൽ E യൂറോപ്പ് എന്ന വേർഡിലെ ഫസ്റ്റ് ലെറ്റർ ആണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഫൈൻഡ് ഫംഗ്ഷൻ കേസ് സെൻസിറ്റീവ് ആണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ കേസ് നോക്കിയിട്ട്, അത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ വലുതാണോ ചെറുതാണോ നോക്കിയിട്ട് അത് കൃത്യമായി സെർച്ച് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ആണ്. നമുക്കിവിടെ C4 സെല്ലിൽ യൂറോപ്പ് എന്ന് കാണാം. ഈ യൂറോപ്പ് എന്ന വേർഡിലെ ക്യാപിറ്റൽ E റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പക്ഷേ ABC എന്ന് കൊടുക്കണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സ് മറ്റൊരു ക്യാരക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ B10 സെൽ സെലക്ട് ചെയ്തിട്ട് ഈക്വൽ എന്ന് കൊടുക്കുന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ കാണാം. ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ 3 ആർഗ്യുമെന്റ്സ് ആണ് ഉള്ളത്. ആദ്യത്തേത് ടെസ്റ്റ്, രണ്ടാമത്തേത് ഓൾഡ് ടെസ്റ്റ് ആൻഡ് മൂന്നാമത്തേത് ന്യൂ ടെസ്റ്റ്. നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് C4 സെൽ യൂറോപ്പ് ഉള്ള ടെസ്റ്റ് സെൽ ഞാൻ സെലക്ട് ചെയ്യുന്നു, കോമ ഓൾഡ് ടെസ്റ്റ് എന്താണ്, ക്യാപിറ്റൽ E ആണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ഡബിൾ കോട്ടിൽ ക്യാപിറ്റൽ E എന്ന് കൊടുക്കുന്നു, കോമ. ഇനി ന്യൂ ടെസ്റ്റ് എന്താ, ABC എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ ഡബിൾ കോട്ടിൽ ABC എന്ന് കൊടുക്കണം. ഇനി ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ഇവിടെ കാണാം ക്യാപിറ്റൽ E റീപ്ലേസ് ചെയ്തുകൊണ്ട് ABC എന്നാണ് വന്നത്. ബാക്കിയുള്ളത് യൂറോപ്പിന്റെ റിമൈനിങ് സ്പെല്ലിങ്സ് ആണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇവിടെ നമ്മൾ കാണുന്ന ഫുൾ നെയിം ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിമായി സ്പ്ലിറ്റ് ചെയ്യണം. നമുക്കറിയാം ഫുൾ നെയിമിന്റെ ലെഫ്റ്റ് മോസ്റ്റിലുള്ള നെയിം ആണ് ഫസ്റ്റ് നെയിം. അപ്പോൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് ലെഫ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതിനായി ഞാൻ B2 സെൽ സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ലെഫ്റ്റ് ഫംഗ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഫുൾ നെയിം ഞാൻ സെലക്ട് ചെയ്യുന്നു, കോമ. നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് ആണ് ഇനി മെൻഷൻ ചെയ്യേണ്ടത്.
ഇവിടെ റോണി എന്ന ഫസ്റ്റ് നെയിമിന് 6 ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ 6 എന്ന് കൊടുത്തിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നെയിം റോണി എന്ന് ലഭിച്ചു. പക്ഷേ ഈ രീതിയിൽ 6 എന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഹാർഡ് കോഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം രണ്ടാമത്തെ പേരിൽ ഫസ്റ്റ് നെയിമിന് 3 ക്യാരക്ടർ ആണ്. ഇനി മൂന്നാമത്തെ നെയിം ഡേവിഡ് സ്മിത്തിൽ ഫസ്റ്റ് നെയിമിന് 5 ക്യാരക്ടേഴ്സ് ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ചെയ്യാനുള്ള ലോജിക് മനസ്സിലാകും. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെപ്പറേറ്റ് ചെയ്യുന്നത് സ്പേസ് ആണ്. അപ്പോൾ സ്പേസിന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടുത്തെ സ്പേസിന്റെ പൊസിഷൻ 7 ആണ്. അപ്പോൾ സ്പേസിന്റെ പൊസിഷൻ -1, 7 -1 6. ഈ 6 ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് നെയിം. ഇനി എങ്ങനെയാണ് സ്പേസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക? അതിനാണ് നമ്മൾ ഫൈൻഡ് ഫംഗ്ഷൻ പഠിച്ചത്. നമ്മുടെ ഫോർമുല ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാണ്. 6ന് പകരം ഫൈൻഡ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഇനി ഫൈൻഡ് ചെയ്യാനുള്ള ടെസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. അത് സ്പേസ് ആണ്. ഡബിൾ കോട്ടിൽ സ്പേസ് എന്ന് കൊടുക്കുന്നു, കോമ. ഇനി നമ്മുടെ ഫുൾ നെയിം A2 സെൽ സെലക്ട് ചെയ്യുന്നു. ഇനി ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ A2 സെല്ലിലെ സ്പേസ് ഫൈൻഡ് ചെയ്യുന്നു. ആ പൊസിഷൻ കൗണ്ടിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുക, അഥവാ -1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് നെയിമിന്റെ ക്യാരക്ടർ കൗണ്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ -1 കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫോർമുല ഞാൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ കൊടുത്ത എല്ലാ നെയിംസിന്റെയും ഫസ്റ്റ് നെയിം നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് നെയിം ആണ് വേണ്ടത്. ലാസ്റ്റ് നെയിം ഫുൾ നെയിമിന്റെ റൈറ്റ് മോസ്റ്റിലുള്ള പേരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ റൈറ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. C2 സെല്ലിൽ ഈക്വൽ റൈറ്റ് ഫംഗ്ഷൻ ഞാൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ ഫുൾ നെയിം A2 സെൽ സെലക്ട് ചെയ്യുന്നു, കോമ. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് ലാസ്റ്റ് നെയിം എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം സെപ്പറേറ്റ് ചെയ്യുന്ന സ്പേസ് ആണ്. ഈ സ്പേസ് കഴിഞ്ഞുള്ള ക്യാരക്ടേഴ്സ് ആണ് ലാസ്റ്റ് നെയിം. ഈ ക്യാരക്ടർ കൗണ്ട് വളരെ സിമ്പിൾ ആയി കണ്ടുപിടിക്കാം. ഈ ഫുൾ നെയിമിന്റെ ടോട്ടൽ ലെങ്ത് ക്യാരക്ടർ കൗണ്ടിൽ നിന്നും സ്പേസ് വരെയുള്ള, അതായത് ഫസ്റ്റ് നെയിം പ്ലസ് സ്പേസ് വരെയുള്ള ക്യാരക്ടർ കൗണ്ട് റിമൂവ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ലാസ്റ്റ് നെയിം ആൻഡേഴ്സന്റെ ക്യാരക്ടർ കൗണ്ട് ആയിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡാറ്റയുടെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചതാണ്. len എന്ന ഫംഗ്ഷൻ ആണ് അതിനായി യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫോർമുലയിൽ കോമയ്ക്ക് ശേഷം len എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് len ഫംഗ്ഷൻ കാണാം. ടാബ് യൂസ് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫുൾ നെയിം A2 സെൽ കൊടുക്കുന്നു, ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ലെങ്ത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. ഈ ലെങ്ത്തിൽ നിന്നും നമുക്ക് സ്പേസ് വരെയുള്ള ക്യാരക്ടേഴ്സിന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മൈനസ് എന്ന് കൊടുത്തിട്ട് സ്പേസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള സെയിം ഫൈൻഡ് ഫംഗ്ഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഡബിൾ കോട്ടിൽ സ്പേസ് കൊടുത്തിട്ട് കോമ. നമ്മുടെ ഫുൾ നെയിം A2 സെൽ സെലക്ട് ചെയ്യുന്നു. ഇനി ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി നമ്മുടെ റൈറ്റ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാനുള്ള ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫോർമുല താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ലഭിച്ചു. എന്താ ഫ്രണ്ട്സ്, ടയേർഡ് ആയോ? ഒട്ടും വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്കുള്ള ചാലഞ്ചിങ് ടാസ്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഹോംവർക്ക് ടാബിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ കാണാം. ഇവിടെ കോളം എയിലുള്ള ടൈപ്പ് നെയിമിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യണം. ഒന്നാമത്തേത് സ്റ്റെപ്പ് നെയിം, രണ്ടാമത്തേത് മെസ്സേജ് നെയിം. ഈ വർക്ക് ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമന്റ് ബോക്സിൽ പോരട്ടെ. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ന്യൂ വീഡിയോ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.